പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പ്രിയ ദൈവമക്കളെ, ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഈ സായാഹ്നത്തെ ഞാനും കാണുകയാണ്. വന്നത് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും വചനത്തിൻ്റെ വലിയ ശുശ്രൂഷകർ നമ്മുടെ വിൻസെൻഷൻ അച്ഛന്മാരുടെ ഈ മധ്യത്തിൽ വന്നതെന്ന് വചനം പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തോ ഒരു നിയോഗം ഏൽപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുക. ഒരുപക്ഷെ നാളുകൾക്ക് മുമ്പ് മനസ്സിലൊന്ന് ആഗ്രഹിച്ചിരുന്നു, കൊച്ചച്ഛനായിരുന്നപ്പോൾ ആദ്യത്തെ വർഷം ആഗ്രഹിച്ചിരുന്നു, ഈ പോട്ട ടീമിൻ്റെ കൂടെ വചന ശുശ്രൂഷ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ നോക്കുമ്പോൾ ബാക്കി 4 ദിവസവും നമ്മുടെ വിൻസെൻഷൻ അച്ഛന്മാർ വചനം പറയുമ്പോൾ ഈ എളിയവനായി എന്നെ കർത്താവ് ഇന്ന് ഈ ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നിൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ചെറിയ ആഗ്രഹം പോലും നടപ്പിലാക്കി തരുന്ന ഒരുവനാണ് നിൻ്റെ ദൈവം. ദൈവമക്കളെ, ഇന്ന് ഈ കൂടാരത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ആദ്യ സന്ദേശം ഇതാണ്: നിന്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ചെറിയ, നീ ആരോടും പറയാത്ത, നീ ഉള്ളിൽ ആഗ്രഹിച്ച ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സായാഹ്നത്തിൽ നിന്റെ ജീവിതത്തിൽ ഇതാ ചെയ്തു തരാൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 90-ാം സങ്കീർത്തനമാണ് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം കിട്ടിയത്. 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം തിരുവചനം ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കുക. ദൈവമക്കളെ, ജൂബിലി വർഷങ്ങളുണ്ട്. നമ്മൾ ലേവ്യൻ്റെ പുസ്തകത്തിലേക്കൊന്ന് പോകും. നമ്മൾ വർഷങ്ങൾ എണ്ണുന്ന ഒരവസ്ഥയില്ല. ദൈവമക്കളെ, നിങ്ങളുടെ ആയുസിൽ നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? ഒന്ന് വർഷങ്ങൾ എണ്ണിക്കേ. നമ്മൾ വർഷങ്ങൾ, ജൂബിലി വർഷത്തിൽ നമ്മൾ വർഷങ്ങൾ എണ്ണാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. സങ്കീർത്തകൻ പറയുന്നു, ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാവട്ടെ. If we can count the numbers of your life, your long life, if you can count the number of the days of your life, then you will have wisdom. നീ നിന്റെ ആയുസിൻ്റെ ദിനങ്ങൾ, നീ ജീവിച്ച ഈ നിമിഷം വരെ ഓരോ ദിവസങ്ങളും നിനക്ക് എണ്ണാൻ പറ്റുന്നെങ്കിൽ നിനക്ക് ജ്ഞാനം ലഭിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുക. ഇതാ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, 10-ാം വാക്യം: ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്, അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. ഏറിയാൽ 70, ഏറിയാൽ 80. അതിനപ്പുറത്തേക്ക് ദൈവം ചിലർക്കൊക്കെ ആയുസ് കൊടുക്കുക. ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ, ജൂബിലി കൺവെൻഷൻ നടക്കുമ്പോൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണം പോലും ഒരു ജൂബിലി അനുഭവമാണ്. ഇതാ തിരുവചനം പഠിപ്പിക്കുകയാണ്: കർത്താവേ, മടങ്ങി വരണമേ, അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസനോട് അലിവ് തോന്നണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. ദൈവമക്കളെ, ഈ സായാഹ്നത്തിൽ തമ്പുരാൻ കർത്താവ് തരുന്ന ഒരു തീം വേർഡ്, ഒരു കീ വേർഡ് ഇതായിരുന്നു: സന്തോഷിക്കുക. പ്രാർത്ഥിച്ചപ്പോൾ, ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ച അന്ന് മുതൽ പരിശുദ്ധാത്മാവ് തരുന്നത് വലിയൊരു ആഹ്വാനവും ഒരു വെളിപ്പെടുത്തലും: റിജോയ്സ്, ഐ സേ ടു യു അഗെയിൻ, റിജോയ്സ്. സന്തോഷിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഈ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരു വിഷയമായിട്ട് തന്നെ ഈ ജൂബിലി അനുഭവത്തെ നമുക്ക് തരികയാണ്. പലതവണ വായിച്ചു കാണും, പലതവണ ധ്യാനിച്ചു കാണും. വീണ്ടും വീണ്ടും ധ്യാനിക്കും തോറും വചനത്തിന് ആഴങ്ങൾ കൂടുകയാണ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ആ വചനഭാഗം ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ ജൂബിലിയെ പറ്റി പറയുന്ന വചനഭാഗം നമ്മൾ ഈ സമയത്ത് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. 25-ാം അധ്യായത്തിൽ ആദ്യ വാക്യങ്ങൾ പറയുന്നു: കർത്താവ് സീനായി മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു.
ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിന് ഒരു സാബത്ത് ആചരിക്കണം. തമ്പുരാൻ തരുന്ന അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഇതാ ജൂബിലി ആഘോഷിക്കണം, സാബത്ത് ആചരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ എനിക്കും നിങ്ങൾക്ക് നൽകുന്ന ഒരു കൽപ്പനയാണ് ജൂബിലി ആഘോഷിക്കുക എന്നുള്ളത്. നമുക്ക് തുടർന്ന് ആദ്യ ഭാഗം വ്യാഖ്യാനിക്കുന്നില്ല, എന്നാലൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. 6 വർഷം നീ നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിവള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യണം. എന്നാൽ 7-ാം വർഷം ദേശത്തിന് വിശ്രമത്തിനുള്ള കർത്താവിൻ്റെ സാബത്തായിരിക്കും. തമ്പുരാൻ കർത്താവ് നല്ല പുതിയൊരു നിലയിലേക്ക്, പുതിയ ഒരു തലത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. തിരുവചനം വീണ്ടും പറയുന്നു, താനേ മുളച്ച് വിളയുന്നവ നിങ്ങൾ കൊയ്യരുത്, വള്ളികൾ മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കരുത്, കാരണം അത് ദേശത്തിൻ്റെ വിശ്രമ വർഷമാണ്. ദേശത്തിൻ്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ വസിക്കുന്ന പരദേശിക്കും, നിന്റെ കന്നുകാലികൾക്കും നിന്റെ ദേശത്തെ മൃഗങ്ങൾക്കും അതിൻ്റെ ഫലം ആഹാരമായിരിക്കും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജൂബിലി വർഷം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വർഷമാണ്. 6 വർഷങ്ങൾ നിന്റെ വർഷമായിരുന്നെങ്കിൽ 7-ാമത്തെ വർഷം അത് കർത്താവിൻ്റെ വർഷമാണ്. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഭാഗ്യമത. നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണോ, ദൈവം നിനക്കുണ്ടാക്കി തന്ന ഭക്ഷണം കഴിക്കുന്നതാണോ നല്ലതെന്ന് നീ ഒന്ന് പറഞ്ഞേ. നിന്റെ വീട്ടിൽ നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണോ, നിനക്ക് ദൈവം വെച്ച് നീട്ടി തന്ന അപ്പം ഭക്ഷിക്കുന്നതാണോ നല്ലത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജൂബിലിയെ പറ്റി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ദൈവം മക്കളുമായി നടത്തുന്ന ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ് ജൂബിലി അനുഭവം. ഹല്ലേലൂയ. ജനത്തോടൊപ്പം ദൈവം വസിക്കുന്ന ഒരു ദൈവാനുഭവം. പുരോഹിതനായ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തമ്പുരാൻ എന്നോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിന് ഞാൻ വിളിക്കുന്ന പേരാണ് ജൂബിലി. ഹല്ലേലൂയ. അച്ഛനാദ്യം ജൂബിലി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തെ പറ്റി പറഞ്ഞു. ദൈവമക്കളെ, ഈ ജൂബിലി വർഷത്തിൽ ഞാൻ നിൽക്കുമ്പോൾ പുണ്യാളത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഒരു ആത്മീയ അഭിഷേകം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഏതാണ്ട് 2008 തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ജൂബിലി ആയിരുന്നു. ആ ജൂബിലി വർഷത്തിലാണ് ഞാൻ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് പിതാവിനെ നിയോഗിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തിരുനാൾ ജൂബിലി തിരുനാളായിട്ട് നടക്കുക. വൈകുന്നേരം ഒരു കുർബാന മാത്രമുള്ള സമയമാണ്. ആ ദിവസങ്ങളിൽ എൻ്റെ ധ്യാന വിഷയമായിട്ട് ഈ ലേവ്യർ 25 ഇരിക്കുക. ലേവ്യർ 25-നകത്ത് ഒരുപാട് അഭിഷേകങ്ങൾ. ഞാൻ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു രീതിയാണ് വെറുതെ ഇരുന്ന് എന്തെങ്കിലും കൊണ്ട് കർത്താവിനോട് പറയുക. ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ജൂബിലി വർഷത്തിന് അഭിഷേകമുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മേൽ ജൂബിലി വർഷത്തിൻ്റെ അനുഗ്രഹം നീ അയക്കണമേ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മേൽ ജൂബിലി വർഷത്തിൻ്റെ അനുഗ്രഹം നീ അയക്കണമേ. ദൈവമക്കൾ, ഇവിടെ ഇരിക്കുന്ന പലരും ആ തീർത്ഥാടന കേന്ദ്രം വർഷങ്ങളായിട്ട് 10-20 കൊല്ലമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ഞാനിവിടെ വന്നു, അതിനുശേഷം ഞാൻ കാണുന്നത് ഈ പ്രാർത്ഥന നിറവേറുക. ഒരു കുർബാനയ്ക്ക് വന്ന് അവിടെ നിൽക്കാൻ വയ്യാത്ത രീതി ആളുകൾ വന്നു. അത് 2 കുർബാനയായി, 3 കുർബാനയായി, 4 കുർബാനയായി, 5 ശുശ്രൂഷയായി, 6 ശുശ്രൂഷയായി. ചുരുക്കത്തിൽ 2 മണിക്ക് ഉണർന്നാൽ എനിക്ക് രാത്രി 1 മണിയാകുമ്പോൾ പോയി കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് ദൈവം ആ ശുശ്രൂഷകളെ വളർത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, ജൂബിലിയുടെ അഭിഷേകത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. ജൂബിലിയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദേശദേശാന്തരങ്ങളിൽ നിന്ന് ദൈവമക്കൾ അവിടെ വരാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, തമ്പുരാന്റെ അത്ഭുത പ്രവർത്തനങ്ങളും അത്ഭുത വചനം അടയാളങ്ങളിലൂടെ കർത്താവ് സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജൂബിലിയിൽ നീ വിശ്വസിക്കുക, ജൂബിലിയിൽ നീ വിശ്വസിക്കുക. നിന്റെ ഈ പരിത്രാണ തീർത്ഥാടന ഈ ധ്യാന കേന്ദ്രത്തിന്റെ ജൂബിലി വർഷത്തിൽ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതായിരുന്നു: ദൈവമേ, ജൂബിലിയുടെ അഭിഷേകം ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിറഞ്ഞു കവിയുവാൻ നീ ഇടവരുത്തണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ വചനത്തിലേക്ക് കടന്നു ചെല്ലാം. 8-ാം വാക്യം ഇങ്ങനെയാണ്: വർഷങ്ങളുടെ 7 സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ.
7 സാപത്ത്. 7 എന്ന് വെച്ചാൽ സാപത്ത്, 7 എന്നാണ് സാപത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം. 7, 7, 40 ഒരു നിറവിൻ്റെ അനുഭവമാണ്. ദൈവമക്കൾ, ജൂബിലിക്ക് കർത്താവ് തരുന്ന ഒരു നിറവിൻ്റെ അനുഭവമുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുണ്യാളച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു കുടുംബം വന്നു. ഇവര് കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷങ്ങൾ കഴിഞ്ഞു, മക്കളില്ലായിരുന്നു. 26 വർഷങ്ങൾ കഴിഞ്ഞു. ഇവർ തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് കണ്ടു കഴിച്ചൊരു പ്രായം തോന്നി. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുക. വിവാഹത്തിൻ്റെ ജൂബിലി വർഷത്തിൽ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചികിത്സയൊക്കെ എടുത്ത് എല്ലാം നിർത്തിക്കളഞ്ഞു. അവസാനം ആരോ പറഞ്ഞു കേട്ട് പുണ്യാളച്ച തീർത്ഥാടനക്കെത്തി വന്നതാ. 26-ാം വർഷമായപ്പോൾ കാഞ്ഞിരപ്പള്ളി ദേശത്തു നിന്ന് വന്നവരാണ്. 26-ാം വർഷമായപ്പോഴേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് 2 മക്കളെ നൽകി അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു നിറവിൻ്റെ അനുഭവമുണ്ട്. ഈ ജൂബിലി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്കാണ്. പരിശുദ്ധമ്മയെ നമ്മൾ ഒരുപാട് ധ്യാനിച്ചിരിക്കുന്ന സമയമാണല്ലോ ഇത്. ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരുപാട് ധ്യാനിച്ചത് ഈ പരിശുദ്ധ അമ്മയെ പറ്റിയല്ലേ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പറയുന്ന കാര്യങ്ങൾ പുരോഹിതനായ ഞാൻ ഇവിടെ അനേക സന്യസ്തരിപ്പുണ്ട്, കുടുംബനാഥകൾ ഇരിപ്പുണ്ട്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ജൂബിലി. ഒന്നാമത്തെ കാര്യം, കാഹളം മുഴക്കുന്നവരായി നമ്മൾ തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശബ്ദമായിട്ടിരിക്കാനുള്ള ജീവിതമല്ല ദൈവമക്കളെ. നിന്റെ ജീവിതം കാഹളം മുഴക്കണം. ഒരു വിജയത്തിന്റെ മാറ്റൊലിക്കാണ് കാഹളം എന്ന് പറയുന്നത്. നിന്റെ ജീവിതം, നിന്റെ പൗരോഹിത്യം അതൊരു കാഹളം മുഴക്കുന്ന അനുഭവമാവണം. നിന്റെ സന്യാസ ജീവിതം അതൊരു കാഹളം മുഴക്കുന്ന അനുഭവമാവണം. നിന്റെ കുടുംബ ജീവിതം അതൊരു കാഹളം മുഴക്കുന്ന അനുഭവമാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതൊരു ആനന്ദത്തിന്റെ കാഹളവാ. വിജയിയാണ് കാഹളം മുഴക്കുന്നത്. ഒരു വിശ്വാസി, ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതല്, അവൻ വിജയിയായ മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വിപുലേരി തിരുനാളിന് മലങ്കര കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ അവിടെ ഓർഗൻ വായിക്കാൻ വേണ്ടി ഒരു യുവാവ് വന്നു. പോകാൻ നേരമായപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞാ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. വന്നു. ഞാൻ ചോദിച്ചു, എന്താ മോനെ പ്രത്യേകിച്ച്? ഏതാണ്ട് 20 വർഷങ്ങളായിട്ട് ഇവൻ്റെ ഭാര്യ തളർന്നു കിടക്കുക. 20 years തളർന്നു കിടക്കുക. 20 വർഷം. പെട്ടെന്നൊരു രോഗപീഠ വന്നു. ഈ മകൻ്റെ ഭാര്യ രോഗിയാവുക. 20 വർഷങ്ങൾ. ഇപ്പോൾ ഏതാണ്ട് എന്നോട് അന്നേരം പറഞ്ഞത് ഇങ്ങനെ, ഡിസംബർ 3-ാം തീയതി 4-ാം തീയതി മറ്റേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ വെച്ചാൽ അല്പം സീരിയസ് ആയിപ്പോഴും. 20 കൊല്ലം. ദൈവമക്കളെ, വെളുപ്പിന് 3:30-4 മണിക്ക് ഉണരും ഇവൻ. ഭാര്യയെ അവൻ്റെ പ്രാർത്ഥനകൾ, ഭാര്യയെ ഒരുക്കം, മക്കൾക്കുള്ളതെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് അവൻ വെളുപ്പാങ്കാലത്ത് 6 മണിക്കോ 6:15 കുർബാനയിൽ പോയി പങ്കെടുക്കും. പിന്നെ അവനെന്തോ ബിസിനസ്സോ മറ്റോ ഒക്കെ ചെയ്യുന്നുണ്ട്. പള്ളിയിലെ കൊയർ മാസ്റ്ററാണ്. ദൈവമക്കളെ, ജീവിതത്തിൽ 20 വർഷക്കാലം, ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഈ രോഗിയായ ഭാര്യയുമായിട്ട് ഇവൻ എവിടെ തിരുനാളോ കുർബാനയോ എവിടെയുണ്ടെങ്കിലും ഇവൻ പറഞ്ഞു, ഞാൻ വെറുതെ പാടാൻ പോകുന്നതല്ല, എൻ്റെ ദൈവം എന്നോട് കാണിച്ച സ്നേഹം. ഈ മകളുടെ കാര്യങ്ങളെല്ലാം ഇവനെ നോക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ദൈവ പൈതലെ, ഒരു വിശ്വാസിയുടെ ജീവിതം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ പറ്റി ദൈവത്തിൻ്റെ സ്വപ്നം ഇതാണ്. നീ ഏത് തകർച്ചയെ കൂടെ കടന്നു പൊക്കോട്ടെ, ഏത് ദുരന്തത്തിലൂടെ കടന്നു പൊക്കോട്ടെ, ഏത് നിരാശയെ കൂടെ കടന്നു പൊക്കോട്ടെ, തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നീ ഒരു ജൂബിലിയായി മാറണം. നിന്റെ ജീവിതം കാഹളം മുഴക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കൾ, ഈ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് നൽകി. ഈ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണമെന്ന്. ജീവിതം എന്തുവായിക്കൊള്ളട്ടെ മക്കളെ, നീ ഒന്ന് സ്തുതിച്ചു നോക്കിക്കേ. ഈ ഒരു അനുഭവം, ഇതിൻ്റെ ഒരു നിറവുണ്ട്. നമുക്ക് തുടർന്ന് മുമ്പിലേക്ക് പോകാം. കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കും. ദൈവമക്കളെ, ഓരോ ദിവസത്തിൻ്റെയും വാതിൽപ്പടിയായിട്ട് നിനക്ക് ഒരു പാപപരിഹാര അനുഭവം ഉണ്ടാവണം. ഓരോ രാത്രിയുടെയും ഓടാമ്പലായിട്ട് അച്ചമക്ക സന്യാസികൾക്കും ഒക്കെയുള്ള ഒരു രീതിയാണ് ആത്മശോധന നടത്തുന്നത്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ദേവാലയത്തിൽ ചെന്ന് എൻ്റെ പിഴ മേയാക്കുൾപ്പ, മേയാക്കുൾപ്പ, മേയ മാക്സിമ കുൾപ്പ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോയി നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത്. നിന്റെ ജീവിതം ഒരു പാപപരിഹാരത്തിന് ചിന്തയുണ്ടാവണം. ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ എന്നും നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഒരു അനുഭവം.
ജീവിതം മുഴുവൻ ഒരു ദാനമല്ലേ? ജീവിതം മുഴുവൻ തമ്പുരാന്റെ കാരുണ്യമല്ലേ? എൻ്റെ പുണ്യമോ എൻ്റെ നന്മയോ അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടല്ലേ ഞാൻ ഇവിടം വരെ എത്തിയത്. നിന്റെ ജീവിതത്തെ നീ കഴുകി വിശുദ്ധീകരിക്കുക. ജൂബിലിയുടെ ഒന്നാമത്തെ കാര്യം ഇതാണ്, നിന്റെ ജീവിതത്തെ നീ കഴുകി വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമക്കളെ, ജീവിതത്തിനൊരു വിശുദ്ധിയുടെ അനുഭവം. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. 50-ാം വർഷത്തെ നീ എന്താ വിശുദ്ധി? നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് വിശുദ്ധിയെ പറ്റിയുള്ളത്. എന്താ വിശുദ്ധി എന്ന് പറഞ്ഞത്? പാപം ചെയ്യാതിരിക്കുക അല്ലേ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കുക. അങ്ങനല്ല വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം കദ്ദോഷ് എന്ന് വെച്ചാൽ ദൈവീകരിക്കുക, ദൈവം കൊണ്ട് നിറയുക, വിശുദ്ധി കൊണ്ട് നിറയുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ആത്മാവിനെ കൊണ്ട് നിറയുക, അഭിഷേകം കൊണ്ട് നിറയുക എന്നാണ് വിശുദ്ധീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കൾ, ഈ ഒരു കാര്യത്തെ പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. നിന്റെ ചിന്ത ദൈവം എന്നെ നരകത്തിലോട്ട് ഇടുവോ എന്നുള്ളതായിരിക്കല്ല, ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നുള്ളതായിരിക്കല്ല. ഒരു പുരോഹിതനായ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനത്തെ ഞാനൊരു പാപം ചെയ്ത് ജീവിച്ച ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആ അഭിഷേകം അടഞ്ഞു പോകും, ആ അഭിഷേകം തടസ്സപ്പെടും എന്ന കാര്യത്തെ പറ്റി എനിക്ക് ബോധ്യമുണ്ടാവണം. നമ്മൾ ആ വചനഭാഗം ഒന്ന് കടന്ന് പെട്ടെന്ന് പോകാം. അന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. പാപം ചെയ്യാത്തവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവമക്കളെ, എപ്പോഴാണ് അടിമയായത്? പാപം ചെയ്തപ്പോഴാണ് അടിമയായത്. നിനക്ക് സ്വാതന്ത്ര്യം വേണോ? നീ പാപം ചെയ്ത് നീ കുമ്പസാരക്കൂട്ടി നിറങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ ഒഴുകുന്ന ഒരു അഭിഷേകമില്ലേ? നിന്റെ മനസ്സിൽ നിറയുന്ന ഒരു സന്തോഷമില്ലേ? നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ നിന്റെ പൗരോഹിത്യത്തിലായിരുന്നാലും ശരി, നിന്റെ സന്യാസത്തിലായിരുന്നാലും ശരി, നിന്റെ കുടുംബജീവിതത്തിലായിരുന്നാലും ശരി, നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ നിന്നിൽ ആത്മാവ് നിറയണം. ആത്മാവിന്റെ പ്രത്യേകതയാണ് സ്വാതന്ത്ര്യം. റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, 8-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഒരു ഹൗസിലെ ഒരു കോൺവെന്റിലെ സുപ്പീരിയർ അമ്മയാണ്. സിസ്റ്ററിന് ക്യാൻസർ രോഗമാണ്, ബ്രെയിൻ ട്യൂമറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് സിസ്റ്റർ ഇരിക്കുന്നത്. മാരകമായിട്ടുള്ള രോഗപീഠയിലാണ് സിസ്റ്റർ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും സിസ്റ്റർ ഈ ലോകത്തിൽ യാത്ര ചെയ്യാതെ. ഞാൻ ഇന്നലെ കണ്ടു ഈ സിസ്റ്ററിനെ. സിസ്റ്ററിൻ്റെ ഒരു ആനന്ദം. സിസ്റ്ററിൻ്റെ വിഷയം മരണമൊന്നുമല്ല, സിസ്റ്ററിൻ്റെ വിഷയം ഈ ക്യാൻസർ ഒന്നുമല്ല, ഒന്നും പ്രശ്നമല്ല. കുറച്ചധികം ജോലിയൊക്കെ ചെയ്യും. ഇവരുടെ കോൺഗ്രിഗേഷൻ്റെ നിയമം അനുസരിച്ച് കുറച്ചധികം ജോലിയൊക്കെ ഉണ്ട്. ഈ ജോലിയെല്ലാം ഈ സിസ്റ്റർ ഓടി നടന്ന് ചെയ്യും. ആ കോൺവെന്റിലുള്ള ഏത് സിസ്റ്ററിനേക്കാളും കൂടുതൽ ഈ അമ്മ അധ്വാനിക്കും, കഠിനമായിട്ട് അധ്വാനിക്കും. അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് രോഗമുണ്ടെന്നൊക്കെ, പക്ഷേ അമ്മയ്ക്ക് സന്തോഷമാണ്. പ്രാർത്ഥനയ്ക്ക് പോയാൽ ഏറ്റവും ഒച്ചത്തെ അമ്മയാണ് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും വലിയ അമ്മയ്ക്ക് ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ സ്നേഹം മാക്സിമം അനുഭവിക്കണം. എന്നെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം എൻ്റെ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ഈ ഒരു സ്നേഹത്തിന് ഇവിടെ ഭയത്തിന് ഒരു കാര്യമില്ല. ഞങ്ങനൊക്കെ വിഷമിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു അമ്മയാണ്. ഒത്തിരി വിഷമിച്ച് ഞാൻ ഈ അമ്മയെ കാണും. അമ്മ അച്ഛൻ എന്തിനാ വിഷമിക്കണേ, എന്താ വെച്ചാൽ സങ്കടപ്പെട്ടിരിക്കണേ? എനിക്കങ്ങനൊന്നും ഇല്ലച്ചാ. ഡോക്ടറിന് തോന്നിയതായത്, റേഡിയേഷനും കഴിച്ച് കീമോയും എല്ലാം കഴിച്ചിട്ടിരിക്കുന്ന സിസ്റ്റർ പറയാ, അത് ഡോക്ടറിന് വെറുതെ തോന്നിയാന്നേ. എനിക്കൊരു ചെറിയ തലവേദന പോലും ഇല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ഈ മണ്ണിൽ നടക്കാനല്ല, സ്വർഗത്തിൽ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ മണ്ണിന്റെ നൊമ്പരവും ഇതിന്റെ മുള്ളും ഇതിന്റെ കല്ലും ഒക്കെ ചവിട്ടി ജീവിക്കാനല്ല, സ്വർഗത്തിൽ കൂടെ നടക്കും. നീ കല്ലിന്റെ മുകളിൽ കൂടി നടക്കുമ്പോഴും മുള്ളിന്റെ മുകളിൽ കൂടി നടക്കുമ്പോഴും വേദനയുടെ മുകളിൽ കൂടി നടക്കുമ്പോഴും നിന്റെ കാല് മുറിയില്ല, നിന്റെ കാല് വേദനിക്കില്ല. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഭാഗ്യമല്ലേ ഇത്? എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഭാഗ്യമല്ലേ ഇത്? ഈ വേദനയുടെ മുകളിൽ, അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ചുവട് വെച്ച് പോകാൻ. മാരകമായ ക്യാൻസർ രോഗം കൂടി വന്നാൽ ഏതാനും മാസങ്ങൾ മാത്രമുള്ള അമ്മ അവരെ സന്തോഷിക്കുക.
അവര് പറയുന്ന ആ മധുരയ്ക്ക് പറയും, എൻ്റെ അച്ഛാ എന്ത് വലിയ സ്നേഹം ഉണ്ണീശോ ഈ വർഷം തന്നതെന്നറിയാമോ? എന്ത് വലിയ സ്നേഹം. 8-ാം തീയതി വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് മിണ്ടാമടത്തിലൊരു സിസ്റ്ററിൻ്റെ കാര്യവും ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിമലഗിരി മാതാവിന് ഈ അമ്മ കണ്ടിട്ടില്ല. അമ്മ പറയാ, അച്ഛാ ഈ 8-ാം തീയതി വിമലഗിരി മാതാവ് വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ചുട്ട അപ്പം കഴിക്കണോ, നിന്റെ അമ്മ നിന്റെ ഭാര്യ ചുട്ട അപ്പം കഴിക്കണോ? ദൈവമക്കളും തീരുമാനിച്ചാൽ മതി. സ്വർഗം ചുട്ടു തരുന്ന അപ്പം വേണോ, അതോ തട്ടുകടയിൽ വിൽക്കുന്ന അപ്പം വേണോ? ദൈവമക്കൾ തീരുമാനിച്ചോ. ദൈവമക്കളെ, ഈ ജൂബിലി വർഷത്തിലെ കുക്ക് കർത്താവ് തന്നെയാണ്. ദൈവം ആ അപ്പം ചുട്ടു തരാൻ പോകുന്നത്. ഈ ജൂബിലി വർഷത്തിൽ ആരും ഒന്നും ചെയ്യല്ല. ഈ ജൂബിലി വർഷത്തിൽ ജോലി ചെയ്യാൻ പോകുന്നത് ദൈവമാ. ഇത്രയും കാലം ഞാനും നിങ്ങളും അധ്വാനിച്ചു, ഇനി ദൈവം അധ്വാനിക്കാൻ പോവുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നോക്കിയേ, നമ്മൾ ആ റോമാലേഖനം 8-ാം അധ്യായത്തിന് 15, നിങ്ങൾ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ. ദൈവമക്കളെ, ഒരു നിറവത അപ്പാന്ന് വിളിക്കണം. ബൈബിൾ പണ്ഡിതന്മാർ പറയും, ബൈബിളിൽ ഈശോ നിശ്ചയമായിട്ടും ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു അറമായ വാക്ക് അബ്ബ എന്ന വാക്കാ. ഏത് ഭാഷയിലും ആ വാക്ക് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഈശോ തമ്പുരാൻ എല്ലാ സായാഹ്നങ്ങളിലും മലമുകളിൽ പോയി നിന്ന് വിളിച്ച് ധൈര്യപ്പെട്ട ഒരു വാക്കാണ് അപ്പാ, എൻ്റെ അപ്പാ. ദൈവമക്കള്, ജൂബിലി അനുഭവം മകൻ അപ്പനെ കണ്ടുമുട്ടുന്ന അനുഭവമാണ്. ജൂബിലി അനുഭവം അപ്പന്റെ മടിയിൽ മകൻ ഇരിക്കുന്ന, അപ്പന്റെ മടിയിൽ മകൻ ശിരസിയായിരിക്കുന്ന ഒരു അനുഭവമാണ്. ഫ്രാൻസിസ് പാപ്പ ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കുർബാനയിൽ പാപ്പ പറഞ്ഞു, ദൈവം അപ്പനുമാണ്, ദൈവം അമ്മയുമാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ചെന്നൈയിൽ ഒരു ബൈബിൾ കോൺഫറൻസിന് പോയി. അവിടെ ചെന്നപ്പോഴേ ഒരു പിതാവ്, ഒരു ബിഷപ്പ്, തമിഴ്നാട്ടിലൊരു ബിഷപ്പ് പിതാവ് പ്രാർത്ഥി, ഗോഡ് our father and our mother we worship you. ഞങ്ങളുടെ അപ്പനും അമ്മയുമായ ദൈവമേ. ദൈവമക്കളെ, ഇന്ന് ബൈബിൾ പണ്ഡിതന്മാർ മാർപ്പാപ്പ സഹിതം അങ്ങനത്തെ വ്യാഖ്യാനം ഇപ്പം പറഞ്ഞിരിക്കുക. ദൈവമക്കളെ, ഏറ്റവും വലിയ സന്തോഷം ഏതാ? ഇവിടെ പ്രായമായ വ്യക്തികളൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ മടിയിലിരിക്കാൻ പറ്റില്ല, അമ്മയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, അമ്മ ഒരു ഉമ്മ തന്നാൽ. ഞാൻ ഏതാനും മാസങ്ങൾ കൂടി ഇന്നലെ എൻ്റെ അമ്മയെ കാണാൻ പോയി. അമ്മ നിലമ്പൂരായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ അമ്മ നാട്ടിൽ വന്നു. ഇന്നലെ ഞാൻ വീട്ടിൽ പോയി. വൈകുന്നേരം വീട്ടിൽ ചെന്നു. മുണ്ടക്കയത്ത എൻ്റെ വീട്. 5:30 ആയപ്പം മുണ്ടക്കയത്തെ ടൗണിൽ ഞാൻ വണ്ടി എത്തുമ്പോഴത്തേന് കോട്ടയത്ത് നിന്നൊരു ഫോൺ കോൾ വരുന്നു, വിമലഗിരി പള്ളി കള്ളം കയറി. ഞാൻ ടൈം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഓടി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചോറ് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞതാ. ഓരോ കാര്യങ്ങൾ കാരണം ഉച്ചയ്ക്കൊന്നും പറ്റും. വൈകുന്നേരം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ചേട്ടൻ, എൻ്റെ മൂത്ത ചേട്ടൻ ഇത്രയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഒരു 4-5 തവണ ഫോൺ വിളിച്ചു. എവിടായി മോൻസിച്ചൻ, എവിടായി? ഞാനോർത്ത്, എൻ്റെ ദൈവമേ, ഇത്രയും സ്നേഹം എൻ്റെ ചേട്ടൻ തന്നത് കണ്ടില്ല. ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. ഒരു 5 മിനിറ്റ് നേരം വീട്ടിലിരുന്നു. ആ കിട്ടിയ ഭക്ഷണമൊക്കെ അത് കഴിച്ചു. വളരെ രുചിയോടുകൂടി കഴിച്ചു. തിരിച്ച് വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലത്തെ എൻ്റെ ഓർമ്മയിൽ ഇത്രയും സ്നേഹമൊഴുകുന്നൊരു അനുഭവം. തിരിച്ചു വരാൻ നേരത്ത് അമ്മച്ചിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോരുക. ദൈവമക്കളെ, എനിക്കൊന്നൊരു ജൂബിലിയുടെ അനുഭവം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു അനുഭവമാണ്. ഈ ഒരു നിറവിൻ്റെ അനുഭവം, ഈ ഒരു തികവിൻ്റെ അനുഭവത്തിലേക്ക് തമ്പുരാൻ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. എന്തേ ദുഃഖിക്കാൻ കാരണം? ഈ അപ്പനെ നമ്മൾ തൊടുന്നില്ല. ഈ അപ്പാന്നൊന്ന് വിളിക്കുന്നില്ല. അപ്പനൊരു ഗുഡ് നൈറ്റ് പറയുന്നില്ല. അപ്പനൊരു ഗുഡ് മോർണിംഗ് പറയുന്നില്ല. അപ്പനോട് ചോദിക്കുന്നില്ല, ഞാൻ പോട്ടേപ്പാ, ഞാൻ അങ്ങോട്ട് പോവാപ്പാ, ജോലിക്ക് പോവാ, അല്ലെ പരീക്ഷ എഴുതാൻ പോവാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു. ജൂബിലി വർഷം എന്ന് പറഞ്ഞാൽ മകളുടെ അഭിഷേകത്തിലേക്ക് ഒരുവനെ ഉയർത്തുന്ന അനുഭവമാണ് ജൂബിലി അനുഭവം. ഹല്ലേലൂയാ. ഒരുവനെ പുത്രീവൽക്കരണത്തിന്റെ അനുഭവമാണ് ജൂബിലി അനുഭവം. ഹല്ലേലൂയാ. ജൂബിലിയുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഏറ്റവും മനോഹരമായ വചനഭാഗം ലൂക്കാസ് സുവിശേഷത്തിലാണ്.
നമ്മൾ ലൂക്കാസ് വിശേഷത്തിൽ ഞാൻ ആദ്യ ഭാഗം എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു വചനം നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താനായിട്ട് സന്ദേശം തരിക. ലൂക്കാസ് വിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ മകനായി മാറുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ എങ്ങനെയാണ് നിനക്ക് ഈ ജൂബിലി അനുഭവം ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ അറിയാം. ഞാൻ വായിക്കുന്നത് ദൂർത്തപുത്രൻ്റെ ഉപമയാണെന്ന് നിങ്ങൾക്കറിയാം. 17-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. അതിന് തൊട്ടുള്ള വാക്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനു മുമ്പ് പറയും. ദൂർത്തനായി ജീവിച്ചു, എല്ലാം ചെലവഴിച്ചു, കഠിനക്ഷാമം ഉണ്ടായി, ഞെരുക്കത്തിലായി. ആർക്കാ ജൂബിലി? ഇങ്ങനെയുള്ളവർക്കാ ജൂബിലി കിട്ടുന്നത് ദൈവമക്കളെ. ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്നവനാ ജൂബിലി ഉള്ളത്. തിരുവചനം പഠിപ്പിക്കുന്നു, പന്നി തിന്നിരുന്ന തവിട് കൊണ്ടെങ്കിലും വയറു നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷെ അവൻ ആരും കൊടുത്തില്ല. അവൻ്റെ ഒരു തകർച്ചയുടെ, ദുരിതത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ഇത് നമ്മുടെയൊക്കെ ജീവിതമാണ് ദൈവമക്കളെ. ഈ വെള്ളരോഗം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന എൻ്റെയും കൂടെ അനുഭവം ഇതൊക്കെ. പന്നി തിന്നുന്നത് അവിടെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ഞാനും ഒക്കെ ചിന്തിക്കുന്ന സമയമുണ്ട് ദൈവമക്കളെ. ആരെയും കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. ആരെയും ഏറ്റവും നല്ല പാൻറ് സൂട്ട് ഇട്ടിരിക്കുന്ന വന്ന് അയച്ചിട്ടും ഏറ്റവും നല്ല സാരി ഉടുത്തുകൊണ്ട് വന്ന ചേച്ചിയും ഒക്കെ ചില സമയത്തൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് പന്നി തിന്നുന്നത് അവിടെങ്കിലും. ദൈവമക്കളെ, ജൂബിലിയുടെ അനുഭവം തുടർന്ന് പറയുന്ന വാക്യം നോക്കിക്കേ. അപ്പോൾ അവന് സുബോധം വന്നു. ഞാൻ ഗ്രീക്ക് ഭാഷ മുഴുവൻ വ്യാഖ്യാനിച്ചെടുക്കുന്നില്ല, എന്നാലും അവന് സുബോധമുണ്ടായി. നിനക്കൊരു ജൂബിലി അനുഭവം ഉണ്ടാകണമെങ്കിൽ അത് നിന്റെ പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും ശരി, നിന്റെ സന്യാസ ജീവിതത്തിലാണെങ്കിലും ശരി, നിന്റെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ശരി, നിനക്കൊരു ജൂബിലി അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ സുബോധത്തിന്റെ അനുഭവം ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.